ദിസ് ഈസ് എ റോബറി. ബയൺ മ്യൂണിക്കും ആ ഒരു റെഫറിയും ചേർന്നിട്ട് റയലിനെ റോബ് ചെയ്തതാ. എങ്ങനെ അത് കമവിംഗക്ക് സെക്കൻഡ് യെല്ലോ കൊടുക്കുക? അതൊരു വാണിംഗ് അല്ലേ കൊടുക്കാൻ പാടുള്ളൂ. ഇങ്ങനെ ഞാൻ കരയുന്നാണ് കുറേ അധികം ആളുകൾ, എക്സ്പെഷ്യലി ഇന്നലെ ഞാൻ ബാർസന്റെ കരച്ചിലിനെ പറ്റി പറഞ്ഞപ്പോൾ അവരുടെ മെയിൻ കമന്റ് ഇതാ, ഇനി റയൽ തോൽക്കുമ്പോൾ ഞാൻ ഇങ്ങനെയൊക്കെ തന്നെ പറയൂലേ, റോബ് ചെയ്തു എന്ന് പറഞ്ഞ് കരയൂ? നോ, വാട്ട്? ഇത്രയും കാലം എൻ്റെ വീഡിയോസ് കണ്ടിട്ട് ഞാൻ ഏതെങ്കിലും ഒരു ടീമിനെ പറ്റി അത്രക്ക് കെയർ ചെയ്യുന്നുണ്ട് നിങ്ങൾക്ക് ഇപ്പോഴും തോന്നുന്നുണ്ടോ? സത്യമായിട്ട് ചോദിക്കുക, എനിക്ക് മനസ്സിലാവണില്ല. എൻ്റെ ഏത് ഇമോഷൻ കണ്ടിട്ടാ നിങ്ങൾക്ക് ഞാൻ അത്ര ഫുട്ബോളിനെ പറ്റിയിട്ട് സീരിയസ് ആയിട്ട് പേഴ്സണലി എടുക്കുന്നുണ്ട് എന്നൊക്കെ നിങ്ങൾക്ക് തോന്നിയത്? മേ ബി പോർച്ചുഗൽ വേൾഡ് കപ്പ് കളിക്കുമ്പോഴാവും ഞാൻ ഇച്ചിരിയെങ്കിലും ഇമോഷണൽ ആവുക. അതല്ലെങ്കിൽ ഐ ഡോണ്ട് കെയർ. ഞാനിപ്പോൾ റയലിനെ പറ്റി കെയർ ചെയ്തിട്ട് വർഷങ്ങളായി. ഇതിങ്ങനെ തുടക്കത്തിൽ പറഞ്ഞ ആൾക്കാരെ വെറുപ്പിക്കാനൊന്നും എനിക്ക് താല്പര്യമില്ലേനു. പക്ഷേ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ 8 മിനിറ്റ് തികഞ്ഞിട്ടില്ലേനു. ഇപ്പം ചിലപ്പോൾ ആയിട്ടുണ്ടാവും. ബയൺ മുൻഷൻ 4 റിയൽ മാദ്രിദ് 3. ഫസ്റ്റ് ഹാഫിൽ മാത്രം 5 ഗോളുകൾ. ഒരു മാച്ചിന്റെ ഫസ്റ്റ് മിനിറ്റ് തൊട്ട് ഏറ്റവും ലാസ്റ്റ് മിനിറ്റ് വരെ ഗോൾസ് വന്നിട്ടുള്ള ഒരു മാച്ച്. എന്റർടൈനിങ് എന്നൊന്നും പറഞ്ഞാൽ പോരാ. നിങ്ങൾ ബയണിനെ അല്ലെങ്കിൽ റയൽ ഓർ ബാർസ ഈ 3 ടീമുകളെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളായിട്ടാണ് ഈ മാച്ചൊക്കെ കണ്ടതെന്നുണ്ടെങ്കിൽ നിങ്ങളെ കിടുക്കാൻ വേണ്ടി തന്നെ വിറച്ചിട്ടുണ്ടാവും. കാരണം ഒരു ഗോൾ അടിക്കണു, മറ്റൊരു തിരിച്ചടിക്കണു, പിന്നെ അടിക്കണു, തിരിച്ചടിക്കണു, എന്തൊക്കെ അവിടെ നടന്നത് എന്നറിയോ? മാച്ചിന്റെ ഫസ്റ്റ് മിനിറ്റില് ന്യൂ ഇയറിന്റെ ഒരു മിസ്റ്റേക്ക്, ആള് ഫസ്റ്റ് ലെഗിൽ ചെയ്ത പോലെ തന്നെ ഒരു മിസ് പാസ് വരികയാണ്. ആൻഡ് ആർദ ഗ്യൂലർ പ്രസൻസ് ഓഫ് മൈൻഡ് എന്നൊക്കെ പറയൂലേ, സെക്കൻഡ് തോട്ട്സ് ഒന്നുമില്ല. ബോൾ വരുന്നു, ആൾ അടിക്കണു, ഗോൾ ആക്കണു, സെലിബ്രേറ്റ് ചെയ്യണു. റിയൽ മാദ്രിദ് 1 ബയൺ 0. അതായത് അഗ്രിഗേറ്റില് ഇപ്പോ 2-2 ആയിട്ടുണ്ട്. റയലിന് റിലാക്സ് ചെയ്യാനുള്ള ടൈം ഒന്നും ബയൺ കൊടുത്തില്ല കേട്ടോ. ഒരു കോർണർ കിമ്മിച്ച് എടുക്കണു ആൻഡ് പൗലോവിച്ച് എടാ ഗോൾ ലൈനിൽ കയറി നിന്നിട്ട് കീപ്പറെ മുന്നിൽ നിന്നൊക്കെ ഹെഡ് ചെയ്യണോ? യുണിന്റെ മിസ്റ്റേക്കാന്ന് പറയാ, അവിടെ മാർക്ക് ചെയ്ത എൻ്റെ റയൽ മാഡ്രിഡ് ഡിഫൻസിന്റെ മിസ്റ്റേക്കാന്ന് പറയാ. വളരെ പൂർ ആയിട്ടുള്ള ഒരു ഗോൾ ടു കൺസീഡ്. അതിനുശേഷം 29ാമത്തെ മിനിറ്റ് വരെ ഗോൾ ഒന്നും വന്നിട്ടില്ലെങ്കിലും 2 ടീമും അങ്ങോട്ടും ഇങ്ങോട്ടും കുറേ അധികം അറ്റാക്സ് ചെയ്യുന്നുണ്ട്, ഡിഫെൻഡ് ചെയ്യുന്നുണ്ട്, ചാൻസ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ആൻഡ് ഫൈനലി റയൽ മാഡ്രിഡ് അനുകൂലമായിട്ടുള്ള ഒരു ഫ്രീ കിക്ക് ആൻഡ് ആർദ ഗ്യൂളർ അത് എടുക്കുകയാണ്. സത്യം പറയട്ടെ, അവിടെ ഒരു ഗോൾ റയൽ മാഡ്രിഡിന് കിട്ടുമെന്ന് ഞാൻ ഒട്ടും എക്സ്പെക്ട് ചെയ്തിട്ടില്ല. എസ്പെഷ്യലി ന്യൂ ഇയർ കീപ്പ് ചെയ്യണ ഒരു പോസ്റ്റ് ആണല്ലോ അത്. പക്ഷേ ഇന്നലത്തെ ആ ഒരു ഫസ്റ്റ് ഹാഫ് അത് ഗ്യൂളറിന് വേണ്ടിയിട്ട് എഴുതിയ ഒരു സാധനം തന്നെ തോന്നും. ആള് ചെയ്യണതൊക്കെ പക്ക. ഒരു കിഡിലൻ ഫ്രീ കിക്ക് ഗോൾ. എഗെയിൻ റയലിന് ബ്രീത്ത് ചെയ്യാൻ പോലും ബയൺ അനുവദിക്കണില്ല കേട്ടോ. ഉപ്പമക്കാനോയുടെ ഒരു പാസ് ടു കെയ്ൻ കൺട്രോൾ ചെയ്യണു ആൻഡ് എ ഗുഡ് ഫിനിഷ്. ഇവിടെ എനിക്ക് ദേഷ്യം വന്നൊരു കാര്യം എന്താണെന്നറിയോ? 5-6 റയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ബോളിന് പിറകിലായിട്ട് ബോക്സിന്റെ മുന്നിലുണ്ട്. ഇവർക്ക് ആർക്കും ഇന്റർസെപ്റ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ആ ഒരു ബോൾ ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എന്ന് മാത്രമല്ല, ട്രെൻഡൊക്കെ കെയ്ൻ ആ ഒരു ബോൾ റിസീവ് ചെയ്ത് കഴിഞ്ഞിട്ടാണ് റിയാക്ട് ചെയ്യുന്നത്. ഇപ്പോൾ 2-2 അഗ്രിഗേറ്റില് ബയൺ ലീഡിംഗ് ആന്ന് പറയാനുള്ള ഒരു സമയം പോലും ഈ ഒരു മാച്ചിൽ കിട്ടില്ല കേട്ടോ. അപ്പോത്തിന് റയൽ ഓൺ ദ അറ്റാക്ക്. വിനീഷ്യസിന്റെ ഷോട്ട് ക്രോസ് ബാറിൽ തട്ടിപ്പോണോ. 2 മിനിറ്റ്സ് ലേറ്റർ വിനീഷ്യസ് വീണ്ടും ലെഫ്റ്റ് വിങ്ങിൽ ഇങ്ങനെ വരിക. ജൊനാഥൻ താ ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ടെങ്കിലും ആളെ ബീറ്റ് ചെയ്തിട്ട് ഓടി വരുന്ന എംബാപ്പയ്ക്ക് ബോൾ സെറ്റ് ചെയ്ത് കൊടുക്കുക. ഒരു ടച്ച് ആൻഡ് ഫിനിഷ്. മാഡ്രിഡ് വീണ്ടും ലീഡ് ചെയ്യാണ്. ഫസ്റ്റ് ഹാഫ് എൻഡ് ചെയ്യണതിന്റെ കുറച്ച് മുന്നേ. ഇപ്പോ അഗ്രിഗേറ്റില് 4-4. ഇനി ഒരു 15 മിനിറ്റ് ഈ നടന്ന കാര്യങ്ങളൊക്കെ പ്രോസസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് കിട്ടും. ഹാഫ് ടൈം ആയല്ലോ, സെക്കൻഡ് ഹാഫ് ഒക്കെ തുടങ്ങി. പക്ഷേ അടുത്തൊരു ഗോൾ വരുന്നത് 88ാം മിനിറ്റിലാണ്. ആ ഒരു ഗോളിനെ കുറിച്ചൊക്കെ പറയുന്നതിന് മുന്നേ അതിന് മുന്നേ നടന്ന കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്. സെക്കൻഡ് ഹാഫിന്റെ തുടക്കം തൊട്ട് ബയൺ അറ്റാക്ക് ചെയ്യണു, റയൽ തിരിച്ച് അറ്റാക്ക് ചെയ്യണു. ന്യൂ ഇയറും ലൂനിനും ഒക്കെ നല്ല സേവ്സ് നടത്തണു. ബയന്റെയും റയലിന്റെയും ഡിഫൻഡേഴ്സ് മാക്സിമം ട്രൈ ചെയ്യണു. പിന്നെയും അറ്റാക്സ് വരുന്നു, നല്ല നല്ല ചാൻസസ് വരുന്നു. ഇതെല്ലാം നടക്കുന്നുണ്ട്. അതിനിടയിൽ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ 61ാം മിനിറ്റിലൊക്കെ ആയിട്ട് ബ്രാഹിം ഡിയാസ് ഔട്ട്, മിസ്റ്റർ വെർസറ്റൈൽ കമവിംഗ ഇൻ. ഇവിടുന്ന് അങ്ങോട്ടാട്ടോ കഥയിലെ ബിഗ്ഗസ്റ്റ് ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വരുന്നത്. 77ാം മിനിറ്റില് ഒരാവശ്യമില്ലാതെ കമവിംഗ മുസിയാലനെ പിടിച്ച് വലിച്ചിട്ട് ആളുടെ ഫസ്റ്റ് യെല്ലോ കാർഡ് വാങ്ങി. മുസിയാല എങ്ങോട്ട് പോവാനാ? ആളൊരു ത്രൂ പാസ് ഒക്കെ കൊടുത്താൽ ചിലപ്പോൾ റയലിന് പണി കിട്ടുന്നല്ലാതെ അവിടെ അത്ര ഡേഞ്ചറസ് ആയിട്ടൊരു സിറ്റുവേഷൻ ഒന്നല്ല. കമവിംഗക്ക് വേണമെങ്കിൽ ഒന്ന് ഓടിപ്പോയിട്ട് പന്തെടുക്കാൻ നോക്കി എന്തെങ്കിലുമൊക്കെ ചെയ്യാനോ. ഇൻസ്റ്റഡ് ആള് പിടിച്ച് വലിച്ചിട്ട് എന്തായാലും യെല്ലോ കിട്ടുന്നുള്ള ടൈപ്പ് ഓഫ് ഒരു ഫൗൾ ചെയ്ത് 7 മിനിറ്റ്സ് ലേറ്റർ ഒരു സോഫ്റ്റ് ഫൗൾ. ഓക്കെ, കമവിംഗ കെയ്നിനെ ഫൗൾ ചെയ്തു എന്നുള്ള രീതിയിൽ റെഫറി വിസിൽ ചെയ്യണു. കമവിംഗ ഇങ്ങനെ ഓടിപ്പോയിട്ട് കിമ്മിച്ചിന്റെ ആരോ മുന്നിൽ ബോൾ എടുത്ത് മേലേക്ക് എറിയണു. ഓക്കെ,
ഇതാണ് സിറ്റുവേഷൻ. ആ ഫൗള് വിളിച്ച സമയത്ത് റെഫറി കാർഡൊന്നും കൊടുക്കാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ ഈ ഒരു ബോൾ വെച്ചിട്ടുള്ള ആ ഒരു സംഭവം കണ്ടപ്പോൾ റെഫറിക്ക് ദേഷ്യം വന്നു തോന്നുന്നു. ആൻഡ് സെക്കൻഡ് യെല്ലോ അത് ഫൗളിനാണോ കൊടുത്തത്, ഇനി ആള് ആ ബോൾ എടുത്ത് കളിച്ചത് ഇഷ്ടപ്പെടാത്തതുകൊണ്ടാണോ എന്താണെന്നൊന്നും എനിക്ക് ഇപ്പോഴും എനിക്ക് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല കേട്ടോ. കെയ്നിനെ ചെയ്ത ഫൗൾ ഒരിക്കലും ഒരു സെക്കൻഡ് യെല്ലോക്കുള്ള സാധനമല്ല. എസ്പെഷ്യലി കമവിംഗ ഒരു യെല്ലോയിൽ കിടക്കുന്ന ആളാവുമ്പോൾ വാണിംഗ് ആണ് കൂടുതൽ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ ഉണ്ടാവുക. ഇനിയിപ്പോൾ ആ ബോൾ എറിഞ്ഞതിനാണോ എന്ന് എനിക്കറിയില്ല. റെഫറി പോയിട്ട് സെക്കൻഡ് യെല്ലോ കാർഡ് കൊടുത്ത് എല്ലാവരും പോലെ കമവിംഗ ആൻഡ് റിയൽ മാഡ്രിഡ് പ്ലേയേഴ്സ് ആർ ഷോക്ഡ്, ബൈൻ പ്ലേയേഴ്സ് ആർ സെലിബ്രേറ്റിംഗ്. ആൻഡ് അവരുടെ സെലിബ്രേഷൻ എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലാവും. കാരണം ആ ഒരു റെഡ് കാർഡിന് ശേഷം ലൂയിസ് ഡിയാഷ് ഒരു കിഡിലൻ ഗോൾ അടിച്ചു. ആൻഡ് മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ഒലീസെ, എടാ നമ്മളൊക്കെ ആള് വിങ് കൊണ്ടുപോയിട്ട് ടൈം വേസ്റ്റ് ചെയ്യാൻ നോക്കുന്ന വിചാരിക്കുക. കാരണം 30 സെക്കൻഡ് എന്തോ ബാക്കിയുള്ളതിനു ഈ ചെങ്ങായി നേരെ പോയി കണ്ട ആ ഒരു ബ്ലിച്ച് ക്ലേയിലെ സാധനം അടിച്ച് ടോപ്പ് കോർണർക്ക് എന്ത് ജാതി ഷോട്ടാ. ബേസിക്കലി കമവിംഗ ഈസ് നൗ ദ വില്ലൻ, ദ മോസ്റ്റ് ഹേറ്റഡ് മാൻ ഇൻ മദ്രിദ്. ആൻഡ് സോഷ്യൽ മീഡിയയിൽ കമവിംഗക്ക് നല്ല ഹെയ്റ്റ് കിട്ടുന്നുണ്ട്. ആളുടെ ആ ഒരു ഡം ഡിസിഷനെ പറ്റിയിട്ട് സംസാരിക്കുന്നുണ്ട്. ആൻഡ് ഓഫ് കോഴ്സ് ആ ഒരു റെഫറിങ് എറർ എന്നാണോ അല്ലെങ്കിൽ റെഫറി കുറച്ച് സീരിയസ് ആക്കിയിട്ട് അത് എടുത്തോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമുണ്ടോ? ഇല്ല. റെയിൽ ഔട്ടായി ബയേൺ ത്രൂ ടു ദ സെമി ഫൈനൽ. മാച്ച് കഴിഞ്ഞതിന് ശേഷം കുറേ അധികം കാര്യങ്ങൾ അവിടെയും ഇവിടെയൊക്കെ ആയിട്ട് നടന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഒരു കാര്യം നടക്കാത്തൊരു സംഭവം എന്താണെന്നറിയോ? ആഴ്സണൽ വേഴ്സസ് സ്പോർട്ടിംഗ് മാച്ച്. ഉളുപ്പുണ്ടോ ആഴ്സണൽ? 2 ലെഗിലും കൂടെ ആയിട്ട് ഒരൊറ്റ ഗോളിന് ജയിച്ച് വന്നിരിക്കുക ആൾക്കാരെ പറയിപ്പിക്കാൻ. റീലോഡ് മീഡിയ പൂച്ചാണ്ടി മൂവീസിന് റിവ്യൂ കൊടുക്കുന്ന പോലെയാണ് സോണി ലൈവ് ഹൈലൈറ്റ് വരെ ഇട്ടത്. ഒരു തേങ്ങ ഇടാനില്ല ആ ഹൈലൈറ്റ്സിൽ. 4 മിനിറ്റിന്റെ ഹൈലൈറ്റ്സ് ആണ് അത്രേ. നെക്സ്റ്റ് അപ്പ് കേരള ബ്ലാസ്റ്റേഴ്സ് നോർത്ത് ഈസ്റ്റിനെതിരെ ഒരു ഡ്രോ. നമ്മൾ ഒരു ഗോളിന്റെ ലീഡിലായിരുന്നു മാച്ചിന്റെ ഭൂരിഭാഗം സമയത്തും. ആൻഡ് 87 മിനിറ്റിലൊക്കെ ആയിട്ട് നമ്മുടെ പ്ലേയേഴ്സ് ഒന്ന് സ്വിച്ച് ഓഫ് ആയി. ഓക്കെ, കീപ്പർ ക്ലിയർ ചെയ്ത ബോൾ അവർ തിരിച്ചടിക്കണു, പിച്ച് ചെയ്തിട്ട് ക്രോസ് ബാറിന് തട്ടിയിട്ട് അവരെ പ്ലെയറിന് ഓടി വന്ന് ഗോൾ അടിക്കണോ. നമ്മുടെ പ്ലേയേഴ്സ്, നമ്മുടെ ഡിഫൻഡേഴ്സ് ഒന്ന് സ്വിച്ച് ഓഫ് ആയ ഒരു മൊമെന്റിൽ ഓല അടിച്ചിട്ട് കളി സമനിലയായി. ഞാൻ കളി കണ്ടിട്ടില്ല, അതുകൊണ്ട് തന്നെ കൂടുതൽ കൊണക്കാനൊന്നും നിൽക്കണില്ല. എങ്കിൽ പോലും ഓവറോൾ ഗെയിം എങ്ങനെ ഉണ്ടായിരുന്നു? ആഷ്ലി വെസ്റ്റ്വുഡിന്റെ എന്തെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് നമ്മുടെ കളിയിൽ ഇപ്പോൾ കുറച്ചെങ്കിലും കാണുന്നുണ്ടോ? ആരായിരുന്നു ബെസ്റ്റ് പ്ലെയർ? ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ പറ്റുകയാണെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യും. സൗദി പ്രോ ലീഗിലെ അൽ നസറിന് ഭയങ്കര ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു ജയം വേഴ്സസ് അൽ എത്തിഫാഖ്. 31-ാം മിനിറ്റിൽ കോമാൻ അടിച്ച ഒരു ഗോൾ. ഓക്കെ, ആ ഒരു ഒറ്റ ഗോളിന്റെ ബലത്തിലാണ് അൽ എത്തിഫാഖിനെ ഇവർ തോൽപ്പിച്ചത്. ആൻഡ് ഞാൻ എപ്പോഴും പറയാറുള്ള ആ ഒരു 4 മാച്ചസ് ആണിത്. അൽ ഇത്തിഫാഖ്, അൽ അഹ്ലി, അൽ ഹിലാൽ ആൻഡ് അൽ ഖദ്സിയ. അതിൽ വരുന്ന ഒരു മാച്ചാണ്. അൽ നാസറിന് അത്രക്ക് സിമ്പിളായിട്ട് ജയിക്കാൻ പറ്റുന്ന ഒരു മാച്ചൊന്നും ആയിരുന്നില്ല. കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ആൻഡ് അറ്റ് ദ സെയിം ടൈം അൽ നാസറിന് കുറേ ഗോൾസ് ഒക്കെ അടിക്കാനുള്ള ചാൻസസ് ഉണ്ടായിരുന്നു. എക്സ്പെഷ്യലി അണ്ണൻ്റെ ചാൻസസ് ഒക്കെ ജസ്റ്റ് മിസ്സിനാണ് കുറേ തവണ പോയത്. ആൻഡ് അവരുടെ ഒരു പ്ലെയർ 2 തവണയാണ് ഗോൾ ലൈൻ ക്ലിയറൻസ് പോലെ മാനയുടേതും CR7 ഒരു പവർഫുൾ ഷോട്ടൊക്കെയാണ് ഗോൾ ലൈനിൽ നിന്ന് ആൾ ക്ലിയർ ചെയ്തത്. ആൻഡ് ആ സെയിം പ്ലെയർ, അതായത് ജാക്ക് എൻട്രി, മാച്ചിന്റെ ലാസ്റ്റ് മിനിറ്റിൽ ജാവ് ഫെലിക്സിന് എന്തോ കാട്ടിയാണ്ട് സ്ട്രെയിറ്റ് റെഡ് വാങ്ങിപ്പോയി. സൗദിയിലെത്തിയതിനു ശേഷമുള്ള അണ്ണന്റെ ഫസ്റ്റ് പ്രോപ്പർ ട്രോഫി. ഇറ്റ്സ് ദിസ് ക്ലോസ്. ഓക്കെ, ഇനി ആഴ്സണല് ബാക്കിയുള്ള ടൂർണമെന്റിലൊക്കെ ചെയ്ത പോലെ ബോട്ടിൽ ചെയ്യാതിരുന്നാൽ മതി അൽ നാസറും. അത്രക്കുള്ളൂ. ബൈ ബൈ.